അന്ന് ട്രെയിനിൽ വന്ന് ബാക്കി കോമഡി പറഞ്ഞില്ല. ഞാൻ ട്രെയിനിൽ വരുമ്പോൾ ഞാനിങ്ങനെ പിൾസിനോട് പറഞ്ഞിടാ ആരോ ഇരുന്ന് ഇങ്ങനെ കള്ള് കുടിച്ചിട്ടിരുന്ന് സംസാരിക്കുന്നുണ്ട്. പക്ഷേ വൃത്തിയോടൊന്നും പറയുന്നൊന്നുമില്ല. കള്ള് കുടിമാർ സംസാരിക്കുന്നതൊക്കെ നല്ല രസമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് പറ്റിയ ആളാന്ന് തോന്നുന്നുണ്ട്. കുറേ നേരമായി സംസാരിക്കുന്നു, നിർത്തി അടച്ച് വെക്കുന്നേ ഇല്ല. എണീച്ച് നോക്കാനും പറ്റുന്നില്ല ആരാന്ന്. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ചേട്ടൻ പറയുന്നു, എൻ്റെ വിചാരം വയസ്സായ ആളാന്നേ, എനിക്ക് മൂത്രം ഒഴിക്കണം. ഇതിപ്പം ഞാനെവിടെ കൊണ്ടുവയ്ക്കും? എല്ലാം കൂടെ ഇവിടെ വന്ന് കിടക്കുന്നു. പിന്നെ കേരളത്തിലെ ജനങ്ങളൊന്നും കേരളത്തിലില്ല. ഇത് നാട്ടിൽ കിടക്കുന്ന എവിടേക്കോ കിടക്കുന്ന ജനങ്ങൾ നമ്മളെ നാട്ടിൽ. അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഞാൻ നോക്കുമ്പോൾ ഇതാ വരുന്നൊരു ചേട്ടൻ ബാത്റൂമിലേക്ക്. എന്നിട്ട് ഇവിടെ കൂടെ ഇച്ചിരി ഗ്യാപ്പ് ഉണ്ട്. ഞാൻ വിചാരിച്ചു ഇപ്പോൾ അവരകത്തോടൊക്കെ വീഴുമായിരിക്കും വിചാരിച്ച്. അങ്ങേര് മൂത്രം ഒഴിച്ചിട്ട് തിരിച്ചു പോയി. അപ്പോൾ കുറേ പെണ്ണുങ്ങളായിരിക്കില്ല, ആരെയും നോക്കുകയൊന്നും ചെയ്യുന്നില്ല. ആളങ്ങ് പോവുക, കൂളായിട്ട് മൂത്രം ഒഴിക്കാൻ പോയി തിരിച്ചിങ്ങ് പോരുകയും ചെയ്തു. ഞാൻ റിപ്പിൾസിനോട് പറഞ്ഞ ആളെ ഡീസൻ്റ് ആണെന്ന് തോന്നുന്നുണ്ട്, ഞാനും പോയിട്ടൊരു കമ്പനി കൊടുത്താലും മിണ്ടിയും പറഞ്ഞ് ഇരിക്കുകയായിരുന്നു എനിക്ക് ഇവിടെ ഇരുന്നിട്ട്. പിന്നെ ഭയങ്കര ബോറടിയെന്ന് പറഞ്ഞു. പിന്നെ കുഞ്ഞുള്ളതാണ് കുറച്ച് ആശ്വാസം. പിന്നെ കുഞ്ഞിൻ്റെ കാര്യം പറഞ്ഞിട്ട് എന്നെ ട്രോളെന്ന് ഒരുത്തൻ കിടന്നിട്ട് ഭയങ്കരമായിട്ട് ട്രോളെന്ന്. ബിഹാറി അപ്പോൾ ട്രോളി ആളുടെ പേര് പറഞ്ഞിട്ട് ബിഹാറി എന്ന് പറഞ്ഞു. അപ്പം എന്താക്കി, എന്നിട്ട് എനിക്ക് കോയമ്പത്തൂർ എത്തണോ, കോയമ്പത്തൂർ ഇറങ്ങണോ, ഈ ട്രെയിൻ ഞാൻ കായംകുളത്തേക്ക് പോകുന്നു. പക്ഷെ ഷൊർണൂർ ടച്ച് ചെയ്യില്ല. അപ്പം ഞാൻ അവിടെ എൻ്റെ അടുത്തിരുന്ന അമ്മേനോട് ഞാൻ പറഞ്ഞു, അമ്മയും അവർ കുറച്ച് പേരുണ്ടായിരുന്നു, അവരോട് ഞാൻ പറഞ്ഞു, അമ്മേ ഞാൻ നോക്കട്ടെ എവിടെ ഇറങ്ങണമെന്ന് രൂപമില്ല എന്ന് പറഞ്ഞു. ഈ റിപ്പിൾസ് ബോധമില്ലാണ്ട് അവൻ പറഞ്ഞു, അവനെ ഞാൻ ഉറക്കിയില്ലല്ലോ, കോമഡി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവൻ പറയും ഞാൻ ഇനി ഉറങ്ങുന്നില്ല, നീ പണ്ടാരടങ്ങി പിന്നെ അവരുടെ അടുത്ത് ആ കള്ളുകുടീൻ്റെ അടുത്ത് നിന്നിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു കള്ളുകുടി ഞാൻ കണ്ടില്ലടാ എന്ന് പറഞ്ഞു. അതിന് ഞാൻ പറഞ്ഞു, ഞാൻ കണ്ടടാ, കാണാൻ നല്ല സൂപ്പറാടാ എന്ന് പറഞ്ഞു. പക്ഷേങ്കിൽ ഇങ്ങോട്ട് നോക്കിയൊന്നുമില്ല ഞാൻ പറഞ്ഞു. അപ്പോൾ എക്സ്ട്രാ ഡീസൻ്റ് കൂളായിട്ട് നിന്നിരിക്കാം എന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞു നീ അടങ്ങി അവിടെ എങ്ങാനും ഇരിക്കുമെന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞു എനിക്കിനി നിന്നെ വിട്ടിട്ട് പോകാൻ പറ്റില്ല, നീ വേണമെങ്കിൽ ഇപ്പോൾ അവിടെ പോയി ഇരിക്കും, നിന്നെ എനിക്ക് ഒരു വിശ്വാസമില്ല മോളെ എന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് എത്താറായി. അവൻ പറഞ്ഞു അടുത്ത് കോയമ്പത്തൂർ എത്തി എന്ന് പറഞ്ഞു. ഞാൻ വലിയ കാര്യത്തിൽ എണീച്ച് വരുന്നപ്പോൾ ഇവരെ കണ്ടു. ഞാൻ പറഞ്ഞു ചേട്ടാ ഞാൻ യൂട്യൂബിലിടും കേട്ടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നിങ്ങൾ ഇവിടെ കിടന്ന് ഒച്ച മൊത്തം ഞാൻ കേട്ടോട്ടോ. ഒച്ചയെന്ന് വെച്ചാൽ കോമഡി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കേട്ടാ, വേറെ ഒന്നുമില്ല.